ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹേ മെഡിക്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ റാങ്കിങ് ദ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഓഫ് കേരള. കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിനെ നമ്മളൊന്ന് റാങ്ക് ചെയ്യാൻ പോവാണ്. ദിസ് റാങ്കിങ് ഈസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ട്രെൻഡ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ കഴിഞ്ഞ നീറ്റ് 2024 തേർഡ് അലോട്ട്മെൻറ്റ് കട്ട് ഓഫ് മാർക്സും റാങ്ക്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ലിസ്റ്റ് തയ്യാറാക്കിയുള്ളത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നീറ്റ് എഴുതി വരുന്ന എല്ലാ ടോപ്പേഴ്സിൻ്റെയും ഫസ്റ്റ് പ്രിഫറൻസ് എല്ലാ കൊല്ലവും, ഈ കഴിഞ്ഞ കൊല്ലം എന്നല്ല കുറച്ച് കാലങ്ങളായിട്ട് എല്ലാ നീറ്റ് ടോപ്പേഴ്സും ആഗ്രഹിക്കുന്ന ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് തേർഡ് അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ സ്റ്റേ വേക്കൻസിയിലെ മാർക്കും അലോട്ട്മെൻറ്റും ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം കഴിഞ്ഞ കൊല്ലത്തെ അലോട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റായിട്ട് ജനറൽ കാറ്റഗറിയിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ കയറിയ മാർക്ക് 691 ആണ്. ഇത് ഏകദേശം കേരള റാങ്ക് 275 ആണ് വന്നത്. അപ്പം കേരള റാങ്ക് 275 ആണ് തേർഡ് അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് റാങ്ക്. അപ്പം ബാക്കി കാറ്റഗറീസ് നോക്കുകയാണെങ്കിൽ ഈഴവയിലെ ലാസ്റ്റ് റാങ്ക് വരുന്നത് 495ഉം SC/STയിൽ 7645ഉം EWSൽ 1252 റാങ്കും മുസ്ലിം കാറ്റഗറിയിൽ 320 റാങ്കും LA കാറ്റഗറിയിൽ 1294 റാങ്കും പിന്നെ BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറിയിൽ 2223 റാങ്കുമാണ് ഇവിടെ അലോട്ട്മെൻറ്റ് പ്രിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ദീസ് ഡീറ്റെയിൽസ് ആർ ജസ്റ്റ് ബേസ്ഡ് ഓൺ തേർഡ് അലോട്ട്മെൻറ്റ്. ഇതിൽ സ്ട്രേ വേക്കൻസി ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഒന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് മാർക്സ് വെച്ചില്ല എന്നല്ലേ. അപ്പം മാർക്സ് എന്ന് പറഞ്ഞാൽ ഓരോ നീറ്റ് എക്സാമിലും വളരെ ഡിഫറൻസ് വരുന്നൊരു ക്രൈറ്റീരിയ ആണ്. നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ നീറ്റ് നോക്കുകയാണെങ്കിൽ 2024 നീറ്റ് വളരെ ഹൈ സ്കോർ നീറ്റ് ആയിരുന്നു. ഈയിടെ നടന്ന നീറ്റിൽ ഏറ്റവും വലിയ കട്ട് ഓഫ്, അതായത് കേരളത്തിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടാൻ 675 മാർക്കായിരുന്നു കഴിഞ്ഞ കൊല്ലം കട്ട് ഓഫ് ആയി വന്നത്. അതേസമയം ഞാനൊക്കെ എഴുതിയ നീറ്റ് ആയിരുന്നെങ്കിൽ 620 618 റേഞ്ച് മാർക്കിനൊക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം ഓരോ വർഷവും നീറ്റിൻ്റെ ട്രെൻഡ് എളുപ്പമുള്ള പേപ്പറാണോ ടഫുള്ള പേപ്പറാണോ വെച്ചിട്ട് മാർക്സ് വിൽ വേരി ഇൻ എ വാസ് മാർജിൻ. പക്ഷേ നമ്മൾ റാങ്കുകൾ നോക്കുകയാണെങ്കിൽ ഓരോ കേരള റാങ്ക് 1000-നുള്ളിൽ എപ്പോഴും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടും, അല്ലെങ്കിൽ കേരള റാങ്ക് ഇന്നത് ഈ മെഡിക്കൽ കോളേജിലാണ് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ കേരള റാങ്ക് പറയുമായിരിക്കും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ജസ്റ്റ് റാങ്ക് മോഡലിൽ ഡാറ്റാസ് അവതരിപ്പിച്ചത്. റാങ്ക് 2 ഓൺ മൈ ലിസ്റ്റ് ഈസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ, അതായത് ഒരു ജനറൽ കാറ്റഗറിയിൽ ലാസ്റ്റായിട്ട് കയറിയ മാർക്ക് 686 ആയിരുന്നു. ഈ 686 എന്ന മാർക്ക് കഴിഞ്ഞ കൊല്ലത്തെ കേരള റാങ്ക് വന്നത് 428 ആണ്. അപ്പം ബാക്കി കാറ്റഗറീസ് നോക്കുകയാണെങ്കിൽ ഈഴവ കാറ്റഗറിയിൽ 690 റാങ്കാണ് അവിടെ ഫൈനലായിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ പോയത്. പിന്നെ SC/STയിൽ 8892ഉം EWSൽ 1482ഉം മുസ്ലിം കാറ്റഗറിയിൽ 492ഉം LA കാറ്റഗറിയിൽ 1651ഉം ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറിയിൽ 1795ഉം ഇങ്ങനെയായിരുന്നു വേരിയസ് ആയിട്ടുള്ള കാറ്റഗറീസ് അവിടെ പോയിരുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും 686 ആണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിൽ വന്ന തേർഡ് അലോട്ട്മെൻറ്റിൽ വന്ന ഫൈനലായിട്ടുള്ള മാർക്ക്. അതേസമയം ജനറൽ കാറ്റഗറിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ 691 ആയിരുന്നു. സോ റാങ്ക് 2 ഓൺ മൈ ലിസ്റ്റ് ഈസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. റാങ്ക് 3 വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം. ഇവിടുത്തെ തേർഡ് അലോട്ട്മെൻറ്റ് സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് റാങ്ക് നോക്കുകയാണെങ്കിൽ 618 ആയിരുന്നു. ഈഴവ കാറ്റഗറിയിൽ 804 ആയിരുന്നു. SC/STയിൽ അത് വരുമ്പോൾ 9341ഉം EWSൽ 1715ഉം LA കാറ്റഗറിയിൽ 1929ഉം BX കാറ്റഗറിയിൽ 1127ഉം ആയിരുന്നു ഇവിടുത്തെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലെ ലാസ്റ്റ് റാങ്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ. അപ്പം സ്റ്റേറ്റ് മെറിറ്റ് ഏകദേശം 686 687 റേഞ്ചിലായിരുന്നു തേർഡ് അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് റാങ്ക് ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയത്. സോ തേർഡ് കോളേജ് ഓൺ മൈ ലിസ്റ്റ് ഈസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം. റാങ്ക് 4 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. അപ്പം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ലാസ്റ്റ് റാങ്ക് പോയത്, സ്റ്റേറ്റ് മെറിറ്റിലെ ലാസ്റ്റ് റാങ്ക് പോയത് 681 മാർക്കായിരുന്നു. അത് ഏകദേശം വരികയാണെങ്കിൽ കേരള റാങ്ക് 632 ആണ് തേർഡ് അലോട്ട്മെൻറ്റിൽ ലാസ്റ്റായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പ്രിഫർ ചെയ്ത മാർക്ക്. അങ്ങനെയാണെങ്കിൽ ഈഴവ കാറ്റഗറിയിൽ അത് 859 ആയിരുന്നു. SC/STയിൽ 9810 ആയിരുന്നു. EWSൽ 1798ഉം മുസ്ലിം കാറ്റഗറിയിൽ 691ഉം LA കാറ്റഗറിയിൽ 2097ഉം BX കാറ്റഗറിയിൽ 1305ഉം റാങ്കുകളായിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തേർഡ് അലോട്ട്മെൻറ്റിൽ പ്രിഫർ ചെയ്തിരുന്നത്. റാങ്ക് 5 TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ. ഞാൻ പഠിക്കുന്ന കോളേജാണ്. അവിടെ 2024 നീറ്റിൽ തേർഡ് അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് മാർക്കായിട്ട് വന്നത് 677 ആയിരുന്നു. ഇത് വരുന്നത് സ്റ്റേറ്റ് മെറിറ്റ് 849 ആയിരുന്നു. ഈഴവ കാറ്റഗറിയിൽ 1020ഉം
SC കാറ്റഗറിയിൽ 10,360 EWSൽ 2104 മുസ്ലിം കാറ്റഗറിയിൽ 970 LA കാറ്റഗറിയിൽ 2303 BX കാറ്റഗറിയിൽ 1341 ആയിരുന്നു ED മെഡിക്കൽ കോളേജിൽ ലാസ്റ്റ് റാങ്ക് ആയിട്ട് വന്നിരിക്കുന്നത്. റാങ്ക് 6 മഞ്ചേരി മെഡിക്കൽ കോളേജ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് 5 മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് വിൽ യൂഷ്വലി പിക്ക് കൊല്ലം മെഡിക്കൽ കോളേജ് ഓവർ മഞ്ചേരി മെഡിക്കൽ കോളേജ്. പക്ഷേ ഈ ഇടയായിട്ട് ഈ ട്രെൻഡൊക്കെ ഒന്ന് മാറി വരികയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് അക്കാഡമിക്സിൽ കുതിച്ചു വരികയാണ്. 99 to 100% പാസ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയറിൽ. സോ റാങ്ക് 6 വരുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 950 റാങ്കും ഈഴവയിൽ 1311 SC STയിൽ 10,947 EWSൽ 2,576 MUയിൽ 1,103 LA കാറ്റഗറിയിൽ 2,577 BX കാറ്റഗറിയിൽ 2,685 ആയിരുന്നു തേർഡ് അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് റാങ്ക് പ്രിഫറൻസ്. സോ റാങ്ക് 6 ഓൺ മൈ ലിസ്റ്റ് ഈസ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. അത് കഴിഞ്ഞ് നമ്മൾ കൊല്ലം മെഡിക്കൽ കോളേജിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലിസ്റ്റിൽ കൊടുത്തത് റാങ്ക് 7 ആണ്. അപ്പം കൊല്ലം മെഡിക്കൽ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് 952 ആയിരുന്നു ലാസ്റ്റായിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ അവിടെ ചൂസ് ചെയ്തിരുന്നത്. ഈഴവ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ അത് 1521 SC കാറ്റഗറിയിൽ 11,211 EWS കാറ്റഗറിയിൽ 2330 MU കാറ്റഗറിയിൽ 1296 LA കാറ്റഗറിയിൽ അത് 2410 ആൻഡ് BX കാറ്റഗറിയിൽ അത് വരുന്നത് 1662 ആയിരുന്നു. സോ റാങ്ക് 7 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലം. സോ കൊല്ലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കൊല്ലത്തിൽ ESI കോട്ടയുണ്ട്. അപ്പം പകുതിയോളം സീറ്റ് ESI റിസർവ്ഡ് സീറ്റ്സും കൂടിയാണ്. സോ അലോട്ട്മെൻറ്റിൽ അതും കൂടി ടേക്ക് കെയർ. റാങ്ക് 8 എറണാകുളം മെഡിക്കൽ കോളേജ് EKM മെഡിക്കൽ കോളേജ്. സോ സ്റ്റേറ്റ് മെറിറ്റിലെ 954th റാങ്കും ഈഴവയിൽ 1267 റാങ്കും SC STയിൽ 10,931 റാങ്കും EWSൽ 2,341 റാങ്കും MU കാറ്റഗറിയിൽ 1,256 റാങ്ക് ആൻഡ് LA കാറ്റഗറിയിൽ 2,388 റാങ്കും BX കാറ്റഗറിയിൽ 2,251 റാങ്കും ആയിരുന്നു ഈ ഒരു എറണാകുളം മെഡിക്കൽ കോളേജ് തേർഡ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെച്ചത്. റാങ്ക് 9 ഓൺ മൈ ലിസ്റ്റ് ഈസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂർ അഥവാ പരിയാരം മെഡിക്കൽ കോളേജ്. അപ്പം പരിയാരം മെഡിക്കൽ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിലെ 947 ഈഴവ കാറ്റഗറിയിൽ 1394 SC STയിൽ 1369 EWSൽ 2605 MU കാറ്റഗറിയിൽ 1269 LA കാറ്റഗറിയിൽ 2608 BX കാറ്റഗറിയിൽ 2682 ആയിരുന്നു ഇവിടെ പ്രിഫറൻസ് ആയിട്ട് വെച്ചത്. എറണാകുളം മെഡിക്കൽ കോളേജും കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഒരു ട്രെൻഡ് കണ്ണൂർ ഓവർ എറണാകുളം ആയിരുന്നു. ബട്ട് ഈയിടെ ആയിട്ട് റിസൾട്ട്സിൻ്റെ ബേസിലും അക്കാഡമിക്സിൻ്റെ ബേസിലും ഇൻഫ്രാസ്ട്രക്ചർ ട്രാവൽ എല്ലാത്തിൻ്റെ ബേസിലും കുട്ടികളൊന്നും മാറി ചിന്തിച്ചിട്ട് ഇപ്പം 8th പൊസിഷനിൽ എറണാകുളവും 9th പൊസിഷനിൽ കണ്ണൂരുമാണ് യൂഷ്വലി കണ്ടുവരുന്ന ട്രെൻഡ്. ആൻഡ് റാങ്ക് 10 ഗോസ് ടു ഇടുക്കി മെഡിക്കൽ കോളേജ്. ഈഴവ കാറ്റഗറിയിൽ 2,483 SC കാറ്റഗറിയിൽ 14,378 EWS കാറ്റഗറിയിൽ 3,320 MU കാറ്റഗറിയിൽ 1,729 LA കാറ്റഗറിയിൽ 3,101 BX കാറ്റഗറിയിൽ 4,070 ആയിരുന്നു ഈ ഒരു ഇടുക്കി മെഡിക്കൽ കോളേജ് തേർഡ് അലോട്ട്മെൻറ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുത്തത്. റാങ്ക് 11 പാലക്കാട് മെഡിക്കൽ കോളേജാണ്. ഈഴവ കാറ്റഗറി 1,624 SC ST കാറ്റഗറി 14,549 EWS 2,871 MU കാറ്റഗറിയിൽ 1,349 LA കാറ്റഗറിയിൽ 2,827 ആയിരുന്നു ഇവിടെ അലോട്ട്മെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം പാലക്കാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുകയാണെങ്കിൽ SC ST റിസർവേഷനും കൂടിയുള്ള ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ്. അപ്പം 12ാമത്തെ കോളേജാണ് കോന്നി മെഡിക്കൽ കോളേജ്. റാങ്ക് 12 കോന്നി മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയിൽ ഈ ഇടയായിട്ട് വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് കേരളത്തിൻ്റെ. സോ അവിടെ ഈഴവ കാറ്റഗറിയിൽ 2,329 റാങ്കും MU കാറ്റഗറിയിൽ 1,558 LA കാറ്റഗറിയിൽ 2,662 റാങ്കാണ് വന്നിരിക്കുന്നത്. SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 15,268 EWS കാറ്റഗറിയിൽ 2,683 ആയിരുന്നു കോന്നി മെഡിക്കൽ കോളേജ് പ്രിഫർ ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചിരുന്ന റാങ്കുകൾ. സോ ദീസ് ആർ ദ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഓഫ് കേരള. നമ്മൾ ഈ ഒരു 2024 കട്ട് ഓഫും ഈ ഒരു കഴിഞ്ഞ വർഷത്തെ ട്രെൻഡും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു റാങ്ക് ഇട്ടതാണ്. ഇഫ് എനി കറക്ഷൻസ് സോറി ഫോർ ദാറ്റ്.
സോ ഈ ഒരു റാങ്കിങ് സിസ്റ്റം ഇട്ടതും ഈ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസൊക്കെ പബ്ലിഷ് ചെയ്തത് ഒരു ഫിയർ സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ അൺഹെൽത്തി കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നുമല്ല. അപ്പം അലോട്ട്മെൻറ്റിൽ ഡൗട്ട് അടിച്ച് നടക്കുന്ന കുറച്ച് പാരൻസിനോ അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾക്കോ എന്തെങ്കിലും ഉപകാരപ്രദമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു മാസം കൂടിയുള്ളൂ നീറ്റിന്. നല്ലോണം പഠിക്കുക, നല്ലോണം എക്സാം എഴുതുക, അലോട്ട്മെൻറ്റൊക്കെ സൂക്ഷിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം കോളേജിൽ തന്നെ എത്തിപ്പെടട്ടെ. ഏത് കോളേജാണോ നിങ്ങൾ ഡ്രീം ചെയ്യുന്നത് ആ കോളേജിൽ തന്നെ നിങ്ങൾ എത്തിപ്പെടട്ടെ എന്ന് ജെന്യുവനായിട്ട് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കൂടുതൽ പേരോട് റെക്കമെൻഡ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നേക്കും. ബൈ.